ഞാൻ ആദ്യമായിട്ട് കോട്ടയം പട്ടണം ഇത്ര ഉയരത്തിൽ നിന്ന് കാണുന്നത് കേട്ടോ. ഈ റോഡ് എല്ലാവർക്കും കോട്ടയംകാർക്ക് ഭയങ്കര ഒരു ഫീല് നൽകുന്ന റോഡാണ്. ആ വളവ് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് കയറി കോട്ടയം ചന്ത. ഞങ്ങൾ പണ്ട് 10-35 വർഷം മുന്നേ തിരുവല്ല സൈഡിൽ ബിരിയാണിയൊക്കെ വയ്ക്കേണ്ട മലയാളം ബുധനയിലൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ കോട്ടയത്തേക്ക് വരും. ഞാൻ പപ്പാടെ കൂട്ടത്തിൽ ഈ ചന്ത വന്നിട്ടുണ്ട് ആ കാലത്ത്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഇന്ത്യൻ കോഫി ഹൗസ്, നല്ല ബീട്രൂട്ട് മസാലയൊക്കെ വെച്ചിട്ടുള്ള മസാല ദോശ, ബീട്രൂട്ട് കട്ട്ലറ്റ്, എഗ് ഓംലെറ്റ്, നല്ല നാടൻ മണമുള്ള ചായ. ഓ, ശരിക്കും ഇന്ത്യൻ കോഫി ഹൗസ് ഒരു നോസ്റ്റ് പ്ലേസ് ആയിരുന്നല്ലേ. പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണ് ആനന്ദ് അഭിലാഷ് തിയേറ്റർ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളങ്ങ് തിരുവല്ലായിന്ന് കോട്ടയത്തേക്ക് സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 10-40 വർഷം മുന്നേ കമലഹാസൻ്റെ ഒരു വ്രതം സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടി എൻ്റെ അച്ചാച്ചനും ഞങ്ങൾ 4 സിസ്റ്റേഴ്സും കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം 12 വയസ്സിന് മുകളിലോട്ടൊക്കെ ഉള്ള പ്രായം വന്ന് സിനിമ വന്ന് കണ്ട് തീരാൻ 5:45 തീരുമെന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് ബസ്സുള്ളത് കേട്ടോ. അപ്പം 5:45 സിനിമ തീർന്നില്ല. അച്ചാച്ചൻ അവിടെ വാതൊക്കെ ചെന്ന് നിന്നിട്ട് ഇറങ്ങാൻ നമുക്ക് പോവാം, ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ വലിയ ബഹളം. അകത്ത് സ്ക്രീനിൽ കമലഹാസൻ്റെ പൊരിഞ്ഞടി. ഞങ്ങൾ ഗേൾസ് ഇറങ്ങുമോ, സിനിമയെല്ലാം കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരോട്ടം നല്ല സ്പീഡിൽ വന്നാൽ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലെത്താൻ കേട്ടോ. അവിടെ വന്നപ്പോൾ എന്താണ്ട് ബസ് കിടക്കുന്നത്, അതേ ചാടിക്കയറി ഞങ്ങൾ കുമ്മനാടിനിറങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ റോഡിൻ്റെ അറ്റത്തം വളവ് തിരിഞ്ഞ് വരുന്നത് മുതൽ ഈ ബസ് സ്റ്റാൻഡ് വരെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് പലർക്കും. നിങ്ങൾക്കും അതുപോലെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം.